ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലഡാക്ക് ട്രിപ്പിന്റെ 4ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഫുൾ മഴയിലാണ്. കാലം കഴിയുന്തോറും നമ്മളെ എല്ലാവരും മറക്കും. പക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ മെമ്മറീസ്. ആ മെമ്മറി സംഭരിക്കാൻ നമുക്ക് എത്ര ദൂരം വേണേലും സഞ്ചരിക്കാം. എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും സഞ്ചരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ കമന്റുകളും ടിപ്സുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ആ ടിപ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും 1000 നന്ദി. രാവിലെ എണീറ്റത് മഴയാണല്ലോ. രാവിലെ എനിക്ക് യാത്ര ചെയ്യുന്നതിന് മുന്നേ ഒരു മഴ കിട്ടി. നല്ലത്. നല്ല ചൂടും ഉണ്ടല്ലേ, നല്ല ഇതുണ്ട്, ഹീറ്റ് ഉണ്ട് ഇല്ലേ അകത്ത്. എന്ത് മഴയാണോ ഇത്. കേരളത്തിൽ നിന്നൊന്നും മഴ കിട്ടില്ല, ഇവിടെ നിന്നാണ് മഴ കിട്ടും. ചെറിയൊരു മഴയായതിനാൽ മഴയെ അവഗണിച്ച് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മഴയ്ക്ക് അത് ഇഷ്ടമായില്ല എന്നാണ് തോന്നുന്നത്. എന്നെ നീ ബഹുമാനിക്കില്ല അല്ലേടാ എന്ന് മഴ വിചാരിച്ച് കാണുന്നു തോന്നുന്നു. നല്ല രീതിക്ക് നല്ല വലിയൊരു മഴ കിട്ടി. ഫുള്ളായിട്ട് നനഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, കോട്ടിട്ട് വരുമ്പോഴത്തേക്കും ഒരുവിധം നനഞ്ഞു. മഴ പെയ്യാൻ ഫുള്ള് നനഞ്ഞു. മഴയൊന്നും ഒതുങ്ങിയപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഗായ്സ്, ശരത്തേട്ടൻ എന്തോ പണി ചെയ്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. മമ്മൂട്ടി, ഞങ്ങളങ്ങനെ നാഗ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റൈഡ് നാഗ്പൂരിക്കാണ് കേട്ടോ. ഏകദേശം അറൗണ്ട് ഒരു 475 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ റൈഡിങ് കൾച്ചർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് കൾച്ചർ ഭയങ്കര മോശമാണ് കേട്ടോ. അതല്ലേലും കേരളത്തിലുള്ളവർ മാത്രമേ അങ്ങനെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. മീൻസ് അവിടെ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഇവിടെ അധികമാണ്. എവിടെ നിന്ന് ആരൊക്കെയാണ് കയറി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരെ നാഗ്പൂരെത്താം. നല്ല മഴയുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല മഴ കിട്ടിയില്ല. അയ്യോ, ഹാർട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ നല്ല ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ നാഗ്പൂർ ഹൈവേ നല്ല വലിയ ഹൈവേ ആണ്. പിന്നെ നല്ലൊരു സ്പീഡായിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ ടൗണ് ഏകദേശം വിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നുകൊണ്ട് ടൈമായി. ഇനിയിപ്പോൾ നാഗ്പൂർ മെയിൻ ഹൈവേ തന്നെയാണ്. മെയിൻ ഹൈവേ എത്തുമ്പോൾ ആണോ പിന്നെ നമ്മൾ ഇന്ന് ക്രൂസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിള്ളേർ നല്ല വൈബാണ് കേട്ടോ. നമ്മുടെ ആ തുടക്കം ഉണ്ടായിരുന്ന വൈബ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, മഴ വരാതിരുന്നാൽ മതിയായിരുന്നു. എന്തൊരു കഷ്ടമാണ് അല്ലേ. നമുക്ക് എല്ലാ ട്രിപ്പിലും ഒരു മഴ കിട്ടുന്നുണ്ട്. ഒരു മഴയല്ലേ, എപ്പോഴും മഴ ഒരു വില്ലനായിട്ട് വരാറുണ്ട്. ഈ ട്രിപ്പിന് മാത്രം അല്ല, നമ്മളതിനെ പ്രതീക്ഷിച്ചാണ് വന്നത്. ആർക്കും വേറെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. ഇനിയിപ്പോൾ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചു. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കില്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ റോഡൊന്ന് കാണിച്ചു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്. ഇതിപ്പോൾ ഇതുണ്ടോ, എവിടെ നിന്നൊക്കെയാ കയറുന്നത്. നല്ല മുതലാണ്. ഹൈ സ്പീഡ് ലൈനിൽ കൂടെയാണ് കയറുന്നത്. ഇതിപ്പോൾ ഒരു സ്കൂട്ടറല്ലേ കയറിയുള്ളൂ. ഇന്നലെ ഒരു ട്രാക്ടർ മറ്റേ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്ന് ഇപ്പോഴത്തെ ട്രാക്കിലോട്ട് മറ്റേ ഡിവൈഡർ ചാടിക്കടത്തി ഇറക്കിയാണ്. അങ്ങനെയുള്ളവരാണ് ഇവിടെ. ഡ്രൈവിംഗ് കൾച്ചർ വളരെ മോശമാണ് കേട്ടോ. നിങ്ങളൊരു ബൈക്ക് ട്രിപ്പോ അല്ലെങ്കിൽ കാറിലോ ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ബൈക്കിൽ വരുന്ന ട്രിപ്പാണ് സൂപ്പർ. എത്രയോ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ.
കണ്ടോ നല്ല സപ്പോർട്ടാണ്. എൻകറേജ്മെന്റ് കിട്ടുമ്പോഴാണ് നമുക്കും ഒരു രസമല്ല, നമുക്കും അതൊരു മോട്ടിവേഷൻ ആണ്. നമുക്കിപ്പോ എല്ലാവരും വിചാരിക്കും ഇപ്പൊ ഇത്ര റൈഡ് മീൻസ് നിങ്ങളല്ല, നാട്ടുകാർ എന്താ വിചാരിക്കാൻ പറഞ്ഞാൽ ഇത്രയും ഗിയർ വാങ്ങി വണ്ടിയൊക്കെ എടുത്ത് നേരെ പോകുന്നു, ട്രിപ്പ് പോകുന്നു. നമ്മുടെ അടുത്ത് ബാങ്ക് ബാലൻസ് അത്ര ഉണ്ട്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ ഉള്ള സേവിങ്സും ഇല്ലാത്ത കടവും എല്ലാം എടുത്തിട്ടാണ് ട്രിപ്പ് പോകുന്നത്. എൻ്റെ മുന്നിലത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാനത് എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. ആ പറയുന്നത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളൂ. നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയും. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, മൈലേജ് നല്ല ഷോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ നാഗ്പൂർ ഹൈവേ ഏതോ പൊളി ഹൈവേ കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടുണ്ട്. സൂം ചെയ്ത് പോവാൻ പിള്ളേരൊക്കെ 100-110 പിടിച്ച്. ഓക്കെ, എന്നാലും മഴയുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മഴയൊക്കെ പോയി. നല്ല മഴ പോയതാറ് ഈ റെയിൻകോട്ട് ഊരി വെക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മഴ, ഒരു ഗ്യാപ്പിന് മഴ, ഒരു ഗ്യാപ്പിന് മഴ, അങ്ങനെ. പോകുന്നോ ഒരു ടെസ്റ്റ് ബോട്ടിന് തന്നെ GT കൊണ്ട് എടുത്തോണ്ട് പോകും. അയ്യോ, വണ്ടി വരുന്നു. ഇതുണ്ടോ അവന്മാരിങ്ങനെയാണ് കേറുന്നത്. കണ്ടോ ഈ ബസ്, കാറ്, ഇവന്മാർക്കൊന്നും ഒരു ഹൈവേ അല്ല, ഒരു ഡ്രൈവിംഗ് കൾച്ചറും ഇല്ല, ഒന്നുമില്ല. നമ്മളെ പിള്ളേര് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ വലിയ സീനില്ല. മൊടയാണ് കണ്ടോ അവൻ്റെ ഒരു. എന്തരാണ് ചേട്ടാ നിങ്ങൾ ഈ കാണിക്കുന്നത്? Go! കണ്ടന്റെ മാനത്ത് മഴ വന്നു നല്ല മഴ കിട്ടി. അടിപൊളി, വെരി നൈസ്. മഴയോട് മഴ. നമ്മളെന്താ ഒരു പോക്ക് പോയത് മോനെ. നമ്മുടെ കോണ്ടിനെന്റ് GT കൊച്ചു പയ്യനാ കേട്ടോ. എല്ലാവരും നല്ല വൈബാണ് കേട്ടോ. ട്രിപ്പിലുള്ള എല്ലാവരും നല്ല വൈബാണ്. വേറെ സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നല്ല വൈബാണ്. പഞ്ചറാവോ? ഒരിക്കലും ഒരു പഞ്ചർ കിട്ടിയിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. പഞ്ചറാകരുത്. മഴയത്ത് പഞ്ചറാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ കണ്ടോ, ഇങ്ങനെ പോകുമ്പോ എന്താ ചെയ്യുക? അതേപോലെ കയറാൻ തന്നെ വഴിയില്ല, വേറെ വഴി. നമുക്ക് റൈറ്റ് പോയ ലെഫ്റ്റ് കയറുന്നതിനേക്കാളും ബെറ്റർ പതുക്കെ കേട്ടോ. റോങ് സൈഡ് ആണെന്ന് അറിയാം, എന്നാലും ഇത് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഡേഞ്ചർ ഉണ്ട്. പക്ഷെ ഇതുപോലെ പശു അല്ലെങ്കിൽ പട്ടി ഇതെല്ലാം കുറുകെ ചാടുന്നുണ്ട്. അത് ഗുണമാണ് ശ്രദ്ധിക്കാം. ഓക്കെ ഇപ്പൊ നല്ലൊരു മഴയുണ്ട്. നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടി ക്ലൈമറ്റ് ആണ്. ഒരു ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമാണ്. പക്ഷേ റെയിൻ കോട്ട് മാത്രമാണ് ആകെ ഒരു സഫോക്കേഷൻ. റെയിൻകോട്ടിനകത്ത് ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റിൻ്റെ ഉള്ളിലൊരു എയർ കിടക്കാത്തതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഒട്ടും റൈഡിനെ ബാധിക്കുന്നില്ല. നമ്മൾ ഇത് കൊണ്ടുപോകണം.
പിള്ളേരും നല്ല എൻജോയ്മെൻറ്റിലാണ്, ഞാനും നല്ല എൻജോയ്മെൻറ്റിലാണ്. നമുക്ക് ഏത് ഒബ്സ്റ്റിക്കിൾസോ എന്ത് തടസ്സം വന്നാലും അത് നമ്മുടെ റൈഡിനെ അത് ബാധിക്കുന്നില്ല. ഫ്രണ്ടിലൊന്നും കാണുന്നില്ല, ഒന്നും. അയ്യോ, ഇത് നോക്കിയേ, ഇതെന്തത്? മഴയത്ത് ഇങ്ങനെ ഓടിക്കുന്നത് സേഫ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഒന്നും കാണുന്നില്ല. നീ എന്തിനാ ഈ മഴയത്ത് ഇങ്ങനെ വരുന്നത്? ഫ്രണ്ടിലൊന്നും കാണുന്ന പോലില്ല, നീ എങ്ങനെ പോണത്? മര്യാദക്ക് ബാക്ക് നോക്കിട്ട് പോയിക്കോ, നീ ഭ്രാന്താക്കണ്ട. ബാക്കിലുണ്ട്. എന്താണ് മഴ കുറഞ്ഞു? മെല്ലെ വിടാ, മഴ കുറഞ്ഞു. മഴേ എന്ത് ചെയ്യണം? എന്താ മഴ? എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് നോക്കാം, ഒരു പതുക്കെ പോവാ അല്ലേ? അതിപ്പോ എന്റെ ഉണ്ട്, ഇത് എല്ലാം നനഞ്ഞ് നാഹായി. നല്ല മഴ, ഹെവി റെയിൻ. മഴ ഇപ്പൊ വിടാല്ലേ പിന്നെ എന്നാ? പതുക്കെ പോട്ടാ. അവിടെ നിന്ന് അത്രയിട്ട് വെള്ളം, അതെ, മൊട്ട് വരെ ഇട്ട് വെള്ളം. തേങ്ങ, എന്റെ ഷൂവിനുള്ളൊക്കെ വെള്ളം കയറി. പോവാ, കയറല്ലേ? പോവാ. ഇതിപ്പോ വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിനറിയാം. വാട്ടർ പ്രൂഫ് ആണോ എന്തോ? സോണർ വാട്ടർ പ്രൂഫ് ആവാനാണ് ചാൻസ്. ഒരു സെക്കൻഡ്, എന്തിനാണ് ചാൻസ് എടുക്കുന്നില്ല? ഈ മഴ കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ എടുക്കാട്ടോ. എന്തിനാണ് ചാൻസ്? വില കൊടുത്തത് 3 ദിവസം പോലും ആയിട്ടില്ല. മഴയൊഴിഞ്ഞ് ആകാശം തെളിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫ്രീക്വന്റ് ബ്രേക്കിനായിട്ട് വണ്ടികൾ സൈഡാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്താണ്. അതിനുശേഷം ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. അറിയാലോ, നല്ല മഴയായിരുന്നു വരുന്ന സമയത്ത്. ഈ ഒരു പ്രദേശം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹൈവേ, സൈഡുകളിലെല്ലാം നല്ല വയലുകളും കാര്യങ്ങളും ചെറുപുഴകളും, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഡ്രോൺ ഉണ്ടായിട്ടും ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു ഫുട്ടേജ് എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. നാഗ്പൂര് പോകുന്ന വഴിയാണ് കേട്ടോ. മഴയൊന്നും ഒതുങ്ങി, ഞങ്ങളൊന്ന് ജസ്റ്റ് എടാ, മഴ എങ്ങനെ ഉണ്ടായിരുന്നു? മഴ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ജാതി മഴ പോകുമ്പോഴേ ഒരു കാറുകാരൻ മൈര വെള്ളത്തിൽ കൂടെ ഇറക്കിയില്ലേ, ആ വെള്ളപ്പുഴ മൊത്തടുത്ത് വന്ന് വണ്ടി ഫുള്ള് നനഞ്ഞോന്ന്. ഇത് മുഴുവൻ കവറായത്. അതായത് ഒന്നാമത് അപ്പുറത്ത് അടിച്ച വെള്ളം ഇങ്ങോട്ട് വരും.
അതാ ഞാൻ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും ലോറി പോക്കുണ്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്തത് നാഗ്പൂരിലേക്ക്. നല്ലോണം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഹെവി റെയിൻ ആയിരുന്നു. ഹെവി റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി റെയിൻ. റോഡിൽ ഫുള്ള് വെള്ളമായിരുന്നു. ആ റോഡിലും ഈ റോഡിലും. അപ്പുറത്തൂടെ വണ്ടി പോകുമ്പോൾ വണ്ടിയിലത്തെ വെള്ളമൊക്കെ ഇത് രാഹുലിന്റെ പുറത്തൊക്കെ തെറിച്ചായിരുന്നു എന്ന് അവൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയായിരുന്നു. മുട്ടോളം വെള്ളമായിരുന്നു. പക്ഷെ ഒരു മഴയും ഒരു റെയിനും ഒരു വെള്ളവും നമ്മുടെ റൈഡിന്റെ വൈബിന് ബാധിച്ചിട്ടില്ല. ആഹാ, ഈ റൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പഴയ ഒരു ഫിലിം ഓർമ്മ വരുന്നില്ലേ, ഫോർ ദ പീപ്പിൾ? ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഞങ്ങൾ ഫോർ ദ പീപ്പിളോ ബൈ ദ പീപ്പിളോ ഒന്നും അല്ല, ജസ്റ്റ് റൈഡ് ചെയ്യുന്നു. റൈഡിങ് ഒരു പാഷനാക്കിയ 4 പേർ. എനിക്കത് പാഷനാണ് കേട്ടോ. എനിക്ക് റൈഡ് ചെയ്യാൻ വളരെ വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റൈഡ് പോകണമെന്നുണ്ടെങ്കിൽ, മീൻസ് എവിടെയെങ്കിലും റൈഡ് പോകുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡി നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഇൻസ്റ്റ ഐ ഡിയിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്കൊരു അവസരം ആവുമല്ലോ, അതുപോലെ എനിക്കൊരു റൈഡ് പോയ പോലെ ആവും. എനിക്ക് റൈഡ് വളരെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. എന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാവും. കാരണം എനിക്ക് ഓഫീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. സോ ഓഫീസിൻ്റെ ലീവ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന റൈഡുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എനിക്ക് നിങ്ങളോട് വളരെ വളരെ നന്ദിയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂട്യൂബ് തുടങ്ങുമ്പോൾ എനിക്ക് യാതൊരു ഹോപ്പും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് യൂട്യൂബ്, പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗ്സ്. സോ മോട്ടോ വ്ളോഗും അതുപോലെ തന്നെ. അപ്പോൾ പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട്, ഞാനിപ്പോൾ ഒരു 3 മാസമായി തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ ഇതുപോലൊരു എൻഗേജ്മെൻറ്റ്, അതായത് കമൻറ്റുകളാണെങ്കിലും ടിപ്സുകളാണെങ്കിലും ലൈക്കുകളാണെങ്കിലും വ്യൂസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളാണ് എനിക്കത് ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. സോ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഇതിന് വീണ്ടും തുടരുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഹെഡിങ് ടു നാഗ്പൂരാണ്. അപ്പോൾ നാഗ്പൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹൈവേസ് ഒന്നും പറയാറില്ല കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല നല്ല അടിപൊളി ഹൈവേ ആണ്. ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു നല്ല ഹൈവേ. വേറെ ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ മാത്രമായിരുന്നു നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തത്. പക്ഷെ അതൊന്നും കാര്യമായില്ല. അതൊന്നും നമ്മുടെ റൈഡിനെ ബാധിച്ചില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ വകവയ്ക്കാത്തത് അങ്ങനെ ഇതുപോലെ അങ്ങ് എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങ് പോവുക. ഇതൊക്കെ ചുമ്മാ അങ്ങ് എൻജോയ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ വൈസറിനകത്ത് വെള്ളം കയറിയിരുന്നു. പക്ഷെ അത് ക്ലിയർ ആക്കണമെങ്കിൽ ആ വൈസർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഞാൻ നിന്നില്ല. വിഷ്വലിന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ഹോൾഡ് ചെയ്തു. സോ ആൻറ്റി ഫോഗ് ഉണ്ടായിരുന്നു അതിനകത്തേക്കാണ് വെള്ളം കയറിയത്. സോ അത് കുഴപ്പമില്ലാന്ന് വെച്ചു. പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഐൻ്റെ അവിടെ കുറച്ച് കാഴ്ച കുറവായിരുന്നു. പക്ഷെ എന്നാലും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈസർ അഴിച്ച് അതിനകത്തുള്ള ആൻറ്റി ഫോഗ് എടുത്ത് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം സമയം പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രീക്വൻറ്റ് ബ്രേക്ക് എടുക്കേണ്ട ടൈമാണ്. പക്ഷേ എന്താ പറയുക, ആ ഒരു റൈഡിൻ്റെ വൈബ് കാരണം ഇത് കണ്ടോ, ഈ റോഡും ആ ആകാശവും ഈ പാടങ്ങളും ഇതെല്ലാം ഇതിൻ്റെ നടുവിലൂടെ പോകുന്ന ഹൈവേ, അതിൽ നമ്മൾ റൈഡ് ചെയ്ത് പോകുമ്പോൾ എന്താ ഞാൻ പറയുക, നിങ്ങൾ തന്നെ പറയുന്നത്, നിങ്ങൾ തന്നെ അത് പറയൂ, നിങ്ങൾ തന്നെ അത് കമൻ്റായിട്ട് പറയൂ കേട്ടോ. ഇത്രയും നല്ല കാഴ്ചയൊക്കെ കണ്ട് ഒരു വൈബിൽ നിൽക്കുന്ന നമ്മൾ എന്തിനാണ് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈബ് അവിടെ പോവില്ലേ? സോ അതുകൊണ്ട് തന്നെ വണ്ടി അങ്ങ് നന്നായി ക്രൂസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ആകെ തോന്നിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വി സ്ട്രോമിനകത്ത് ഒരു മത്താപ്പും ഇല്ല. അതായത് ഫീച്ചേഴ്സായിട്ട് ഒരു മത്താപ്പും ഇല്ല. ലൈക്ക് ക്രൂസ് കൺട്രോൾ ഇല്ല, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, സ്ലിപ്പർ ക്ലച്ച് ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഈ ഒരു അവസരത്തിൽ, അതായത് ഇത്രയും കിലോമീറ്റർ റൈഡ് ചെയ്ത് ഇത്രയും ലോങ് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് ഒരു ക്രൂസ് കൺട്രോളെങ്കിലും വേണമായിരുന്നു എന്നെനിക്ക് ഫീലായി. അത് ഞാൻ സുസുക്കിയോട് ഒരു അഭ്യർത്ഥന പോലെ പറയുകയാണ്. മഴയും കാറ്റും ഇത്രയും നല്ല മനോഹരമായ പ്രദേശങ്ങളും എല്ലാം കണ്ട് ഒരു വൈബിൽ വണ്ടി ഓടിച്ചത് കാരണം കിലോമീറ്റർ പോയതേ അറിഞ്ഞില്ല. നമ്മൾ ഏകദേശം നാഗ്പൂർ എത്താറായി.
ഹോട്ടല് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ഇർഫാനാണ്. അവനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോട്ടൽ ലക്ഷ്യമാക്കിയിട്ട് പോയി. എന്നിട്ട് അവിടെ സ്റ്റേ ആവുകയാണ് ചെയ്തത്. ഇന്ന് കുറച്ച് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമാണ് എടുത്തത് കേട്ടോ. 3000 ആണല്ലോ നമ്മുടെ ബഡ്ജറ്റ് റൂമിൻ്റെ. ഇന്ന് പക്ഷേ 3500 രൂപയായിട്ടുണ്ട്. സോ ഒരാൾക്ക് 875 രൂപ വെച്ച് പെർ ഹെഡ് വരും. ഇന്ന് നമ്മൾ 3 പ്രാവശ്യം ടാങ്ക് ഫില്ല് ചെയ്തു. 2214 രൂപ. പിന്നെ ഫുഡിന്റെ ചെലവ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഡിന്നറും. അതിനൊരു 416 രൂപയും. അപ്പോൾ ടോട്ടൽ ഇന്ന് ചെലവായത് 3505 രൂപ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.